ടേസ്റ്റ് കൂടിയിട്ടാണ് ആ ശബ്ദം കേൾപ്പിക്കുന്നത്. നല്ല മഞ്ഞ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ തുടങ്ങിയിട്ട. അപ്പോൾ ഇന്ന് ഡിന്നർ തുടങ്ങിയാണ് നമ്മളിവിടെ കാണിക്കണത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രതീക്ഷയിലാണല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ആയിരിക്കും നമുക്ക് നല്ലൊരു ഉന്മേഷം വീഡിയോ ചെയ്യാനൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി രാത്രി ഇന്ന് പുട്ടുണ്ടാക്കി. എല്ലാ ദിവസവും ഇങ്ങനെ അരിയുടെ എല്ലായിരിക്കും, ചിലപ്പോൾ കൂടുതലും ഗോതമ്പിൻ്റെ ഇതൊക്കെ ആയിരിക്കും കേട്ടോ, ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഫ്രഷായിട്ട് അരിയൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ പിള്ളേർക്കാണെങ്കിൽ പിന്നെ ബീഫ് റോസ്റ്റാണ് കേട്ടോ ഇഷ്ടം. അത് കാരണം ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ കറിയായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഗ്രേവി മാത്രം കൂട്ടുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ പിന്നെ അവരൊക്കെ കഴിച്ചോളും. അത് കാരണം അപ്പോൾ ഞങ്ങളിന്ന് കുറേ വൈകിയാണ് കഴിക്കാനിരിക്കണത്. അതിനിടയ്ക്ക് പിന്നെ രാവിലത്തേക്ക് വേണ്ടി ഉണ്ണിക്ക് ചോറും അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനായിട്ട് അതൊരു സൈഡിൽ കിടന്ന് അങ്ങനെ തിളക്കണ്ട. അപ്പോൾ കിടക്കാൻ നേരത്തെ പിന്നെ ഇറക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നിട്ടാ. പിന്നെ ഇപ്പോൾ രാവിലെ തന്നെയാണ്, രാവിലെ ഇപ്പോൾ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് എന്തായാലും ഇന്നലെ രാത്രി ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാൻ കരുതി. ഇന്ന് എന്തായാലും രാവിലെ തന്നെ ഗോതമ്പിൻ്റെ ഉണ്ടാക്കണത്. അപ്പോൾ ഇന്നലെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അരിയുടെ ഗോതമ്പിൻ്റെ പുട്ടാണ്. ഗോതമ്പിൻ്റെ പുട്ടാകുമ്പോൾ പിന്നെ ഇവർക്ക് കറി പാലോ അല്ലെങ്കിൽ ചായയൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്നലെ രാത്രി കുറേ വൈകിയാണ് കിടന്നതും. പിന്നെ രാവിലെ പിന്നെ കറിയൊന്നും ഞാൻ തയ്യാറാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അമ്മ ഉണ്ണിയൊക്കെ ആണെങ്കിൽ പിന്നെ ചായ ഒഴിച്ചൊക്കെ കുടിച്ചിട്ടാ. പാലെടുത്തിട്ടുണ്ടായിരുന്നു, പാലെടുത്ത് കുടിച്ചു. അപ്പോൾ അതേ ചോറ് ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വച്ചേക്കാണ്. ഗോതമ്പിൻ്റെ പുട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ചായ ഒഴിച്ചൊക്കെ കുടിക്കാറുണ്ട് കറി ഉണ്ടാക്കുകയാണെങ്കിലും. പിന്നെ ക്യാബേജും ഇതൊക്കെയാണ്, ക്യാബേജ് തോരൻ. പിന്നെ ഉണ്ണിക്ക് പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് റോസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രതീക്ഷയായിട്ടാണ് നമ്മൾ എണീക്കണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയാണല്ലോ ഒരു മനുഷ്യനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെപ്പോഴും നമ്മളിൽ തന്നെ പ്രതീക്ഷിക്കുക കേട്ടോ. മറ്റുള്ളവരിൽ പിന്നെ നമ്മുടെ കുട്ടികളിൽ അവർ അത് ചെയ്ത് ഇത് ചെയ്ത് അവരെയൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളിൽ തന്നെ വിശ്വസിക്കുക, നമ്മളിൽ തന്നെ ഒരു വില കൊടുത്ത് സ്നേഹിക്കുക. അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മറ്റാരെങ്കിലും നമുക്ക് തരുന്നത് നോക്കി നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരുടെ അടുത്തിൽ നിന്ന് നമ്മളൊന്നും അധികം പ്രതീക്ഷിക്കാതെ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ അവർക്ക് രാവിലെ തന്നെ ഇങ്ങനെ അവർക്ക് ഡെയിലി ഇങ്ങനെ എല്ലാ അമ്മമാരും ഇങ്ങനെ ചോറും കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേരെ യാത്രയാക്കി വിടുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. പക്ഷെ അവർക്കൊന്നും അങ്ങനെ മടുപ്പ് വരും അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അതൊക്കെ ഒരേ ഇപ്പം ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. രാവിലെ തന്നെ എങ്ങനെയാണ് ഇവരെയൊക്കെ റെഡിയാക്കി കുളിപ്പിച്ച് യാത്രയാക്കി പിന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കി എങ്ങനെ വിടണേന്ന് ഇപ്പം ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. കാരണം അന്ന് ആ ഒരു സമയത്ത് അത് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. രാവിലെ അവരെ വിളിച്ചെണിപ്പിച്ച് കുളിപ്പിച്ച് യാത്രയാക്കി ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് തയ്യാറാക്കുമ്പോൾ തന്നെ പിന്നെ എനിക്ക് ഒരുപാട് ഇങ്ങനെ പണിയുള്ളതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ അതാണ് ഓരോ കാലഘട്ടത്തിലും നമ്മളതനുസരിച്ച് നമ്മളും അതിൽ എൻജോയ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകും അങ്ങനെ. അപ്പോൾ അതാ ഇവിടെ ഇന്ന് അക്കു കുറച്ച് പൂച്ചയുടെ തീറ്റ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബ്രെഡും കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇന്ന് കടച്ചക്ക കറി വെച്ചത്. അപ്പോൾ നമ്മുടെ പൂച്ചയാണെങ്കിൽ നോൺ വെജാണ്, കട്ട നോൺ വെജാണല്ലോ പൂച്ചക്ക് കടച്ചക്ക കറിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ അതേ ഇത് പാക്കറ്റ് വിട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ അത് ബ്രെഡും കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കേണ്ട. അത് മാത്രം കൊടുത്താൽ ഇവർക്ക് ഇത്രയും പേരില്ല, ഇവർക്കൊന്നും വയറ് നിറയൂല. അതുപോലെ 2 ബ്രെഡും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. അമ്മ പറയായിരുന്നു ഇത് കണ്ടിട്ട് ജെംസൊക്കെ പോലെ മിഠായി പോലെ എനിക്ക് കഴിക്കാൻ തോന്നണമെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇവരിങ്ങനെ ആർത്തിയോടുകൂടി കഴിക്കേണ്ട അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട്. ടേസ്റ്റ് കൂടിയിട്ടാണ് ആ ശബ്ദം കേൾപ്പിക്കണത്. അവനല്ലേ കേൾപ്പിക്കണേ. അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പിള്ളേരെ ഇവിടെ ഉള്ളതുപോലെ ഉണ്ടാ. അപ്പോൾ പൂച്ചകൾക്ക് ഫുഡ് കൊടുത്ത് സേഫാക്കി എനിക്ക് സമാധാനമാവും. അപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിലും അവർക്ക് ഇതുപോലെ സ്പെഷ്യലി ഇതൊക്കെ കൊടുത്തുണ്ടാക്കി പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതേ ഞാൻ എല്ലാം കഴിഞ്ഞ് ഇന്ന് കുറേ വൈകി ഞാനും ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അപ്പം മുട്ട വറുത്തത് പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലൊന്നും ഇല്ല. മുട്ട വറുത്തതും പിന്നെ ക്യാബേജും പിന്നെ അച്ചാറ് കടച്ചക്ക കറി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ വയ്ക്കൽ കുറവാണ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കും അതെ ഇവിടെ എല്ലാവർക്കും അതെ. പക്ഷേ ഇന്ന് റെഡി ആക്കിയിട്ട് തന്നെ എല്ലാവരും കഴിച്ചിട്ടോ, നല്ലതാണെന്നും പറഞ്ഞ് കഴിച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ ഞാൻ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ ആയിരുന്നു, കുറേ പൊതുപ്പ് നല്ല വെയിലൊക്കെ ആണല്ലോ അപ്പോൾ
അപ്പോൾ അതൊക്കെ വെയിലത്തിടാനും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ നമ്മുടെ റംബൂട്ടാനൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തോരം റംബൂട്ടാനെ ചാടിപ്പോയെന്നറിയാമോ? ഈ റംബൂട്ടാൻ ഇപ്പോൾ ഞാൻ ആ കൊട്ടയിൽ കാണിച്ചത് ഇതേ ഉണ്ണി കുഴിച്ചിട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ പഴുത്ത് കിടക്കണം 2-3 ദിവസമായി. അപ്പോൾ ഞാൻ ഉണ്ണിനെ കൊണ്ട് തന്നെ അത് മുറിപ്പിക്കാമെന്ന് കരുതി. പിന്നെ അവന് സ്കൂൾ വിട്ട് വരുമ്പോൾ പിന്നെ ഞാൻ മറന്നു പോകും. അങ്ങനെ ഇതേ ഇപ്പം നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഇവിടെ കുഴിച്ചിട്ടിട്ട് 4 അല്ലാന്ന് വേണം. ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കിയപ്പോ കുഴിച്ചിട്ടാണ്. ഞാൻ റംബൂട്ടാൻ പൊട്ടിക്കുന്ന കാര്യം ഓർത്ത് എല്ലാവരും വിചാരിക്കും ഇത് നമ്മുടെ വരുത്തേന്ന് കിട്ടിയതാണ്. ഇത് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ പുറത്ത് നിന്ന് കഴിച്ചപ്പോൾ അങ്ങനെ കൊട്ടയിൽ ഞാൻ പിടിച്ചെന്നേ ഉള്ളൂ കിട്ടത്. നല്ല കളറല്ലേ മഞ്ഞ. റംബൂട്ടാൻ ഇടയിലൊരെണ്ണം കിടക്കുന്നു പഴുത്തത്. കളർ കാണാൻ പറ്റുള്ള. അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതേ യൂബർ വിളിച്ച് നമ്മൾ പോകേണ്ട. അപ്പോൾ ഉണ്ണിക്ക് ഷർട്ട് വാങ്ങിച്ചിട്ടില്ല. അവന് ഷർട്ട് വാങ്ങിക്കണമെന്ന് കുറേ ദിവസമായിട്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് പെരുന്നാളൊക്കെ അല്ലേ, കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബസ് കാത്തു നിന്നാൽ പെട്ടെന്ന് കിട്ടുകയൊന്നും ചെയ്യൂല. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂബർ കണക്ട് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്കാണ്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ ആകുമ്പോൾ. ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ അതാ ഉണ്ണിയാണെങ്കിൽ സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്ന് ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ പോണ ഇവിടെ ഒരു ചെറിയൊരു പെട്ടിക്കട പോലത്തെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. ലുലു മെട്രോയിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അവിടെ നല്ല കോഫി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ കുടിച്ചപ്പോൾ നല്ല ചായയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. പിള്ളേർ പിന്നെ കേക്കും ഇതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ വിശക്കണ്, ചായ ഒന്നും കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ ചായയും കേക്കും കഴിച്ചിട്ടോ. അപ്പോൾ പിന്നെ നമ്മളിനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഉണ്ണിക്ക് ഷർട്ട് എടുക്കണമെങ്കിൽ നല്ലൊരു പണിയാണ്. അവൻ ഏത് ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അവന് ഇഷ്ടാവില്ല. അവൻ ഒരു ബ്രാൻഡിൻ്റെ പുറകെ ഇങ്ങനെ പോകും. നമ്മൾ എന്തെങ്കിലും കണ്ട് നല്ല ഭംഗി നല്ല കളർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അത്ര ഇഷ്ടാവുന്നില്ല. അവന് ചില ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവൻ വാങ്ങിക്കോളൂ. കഴിഞ്ഞ അവിടെ പെരുന്നാളിനും ഇത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിതേ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങോട്ട് പോകേണ്ട. അപ്പോൾ നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ യൂബർ നിർത്തിയത്. കാരണം നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി അത് യൂ ടേൺ എടുത്തൊക്കെ വരുമ്പോൾ കുറേ സമയം വൈകും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് പിന്നെ അണ്ടർഗ്രൗണ്ടിലൂടെ ലുലുവിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ അവിടെ അകത്ത് കയറിയപ്പോൾ നമുക്ക് അത്ര തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. സാധാരണ പെരുന്നാളിനുള്ള അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. എനിക്കൊന്ന് പെരുന്നാളിൻ്റെ തൊട്ട് തലേന്നായിരിക്കും. നമ്മളിപ്പോൾ ഒരു ദിവസം മുൻപാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ അത്ര തിരക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടേബിളിൽ ടീപ്പോയിൽ ഇതൊക്കെ വയ്ക്കാനായിട്ട്, ഷോക്കേസിൽ ഇതൊക്കെ വയ്ക്കാം. ഇതിന് 299 ആ ഒരു റേറ്റിലൊക്കെ ഉണ്ട് വരുന്നത്. പിന്നെ കുറച്ചുകൂടി വലിയ സൈസ് 399 അങ്ങനത്തെ ആ റേറ്റും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ വെറൈറ്റി ഫ്ലവർ ബോട്ടും ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നും. ഇവിടെ ഇപ്പോൾ പെരുന്നാളിൻ്റെ തോന്നുന്നുണ്ട് കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ഷർട്ടിൻ്റെ ഇതൊക്കെ. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ടീഷർട്ട് മതി. അവന് കൂടുതലും ടീഷർട്ടാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ പെരുന്നാൾ അങ്ങനെയൊക്കെ നമ്മൾ കല്യാണം അങ്ങനെ ഇതൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഷർട്ട് ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവനങ്ങനെ പിന്നെ പറഞ്ഞ് അവൻ്റെ ഇഷ്ടത്തിന് തന്നെ പിന്നെ നല്ലൊരു ടീഷർട്ട് കണ്ടപ്പോൾ അത് എടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴത്തേക്ക് പോവുകയാണ്. അവനെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കണം അത്രയും സമയത്തിൽ കൂടുതൽ പിടിച്ചിട്ടാണ് അവന് ഒരു ടീഷർട്ട് എടുക്കാനായിട്ട്. പിന്നെ വാപ്പായും കൂടി വരുമ്പോൾ അവൻ്റെ ഇങ്ങനത്തെ എല്ലാ ഇതിനും കൂട്ട് നിൽക്കുകയും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഞാൻ മാത്രം ഉള്ളത് കാരണം അവൻ പിന്നെ അതിനനുസരിച്ച് പിന്നെ നിന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ക്ഷീണം ഇതൊക്കെ ആയി. പിന്നെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ വന്ന് ഞങ്ങൾ പിന്നെ ഒരു ബർഗറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. കാരണം അത്രയ്ക്ക് സമയം അവിടെ നിന്ന് 2 മണിക്കൂറിൽ കൂടുതലെങ്ങാണ്ട് അവന് നിന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവശതയായി. പിന്നെ അവിടെ നിന്ന് അത് ബർഗറും കഴിച്ച് പിന്നെ ഞങ്ങൾ ഇവിടെ ഹൈപ്പറിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ പാത്രങ്ങളുടെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും വാങ്ങിക്കണില്ല പെരുന്നാളായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നല്ല ഇങ്ങനെ പോട്ടൊക്കെ മണ്ണിൻ്റെ പോട്ടുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് കേട്ടോ. വാങ്ങിക്കാനൊന്നുമല്ല. അതിന് 300 ചില്ലാനം ഒക്കെ വരുന്ന റേറ്റ് ആയിരുന്നു കേട്ടോ ഓരോന്നിന്. അങ്ങനെ നല്ല വെറൈറ്റി പാത്രങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ പ്ലേറ്റ് വയ്ക്ക്. ഇത് ഒരെണ്ണത്തിൻ്റെ വിലയാണ് ഈ എഴുതി വെച്ചാണ് 260. ഞാൻ വരാം അങ്ങോട്ട്.
അപ്പോൾ ഹൈപ്പറിൽ നമ്മൾ എല്ലാ തവണയും ഇങ്ങനെ പെരുന്നാളിനൊക്കെ വരുന്ന അത്ര തിരക്കൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് സെറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ഗ്ലാസ് സെറ്റ്. അപ്പോൾ ഞാനിവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ പറ്റിയ നല്ല കറക്റ്റ് പാകത്തിനൊത്ത ഗ്ലാസ്സാണത്. അപ്പോൾ പിന്നെ ഞാനത് കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് ആ പോട്ടും ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് പിന്നെ പാത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കണില്ല. പിന്നെ ലഞ്ച് ബോക്സിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറയൂ കേട്ടോ. അത് കാരണം അവൻ വന്നതിന് മുമ്പ് ഞാൻ ഈ സ്ഥലത്തുനിന്ന് വേഗം മാറിപ്പോയി. ഇതൊക്കെ വാങ്ങിക്കും. പിന്നെ 2 ദിവസം കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ അവന് വേണ്ട സാധാ പാത്രം മതി എന്ന് പറയും. അതാണ് എളുപ്പം തുറക്കാനും കഴിക്കാനും ഒക്കെ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഡിറ്റർജൻറ്റൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ലിക്വിഡാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുക. നമ്മൾ സോപ്പ് പൊടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ലിക്വിഡാണ് നമുക്ക് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ഞാനത് ഓൺലൈനിൽ വേറെ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതിന് 500 സംതിങ് ഒക്കെ വരുന്ന ലിക്വിഡാണ്. അപ്പോൾ ലുലുവിൽ നമുക്ക് 299 കിട്ടും കേട്ടോ. 285 ആ ഒരു റേറ്റിനൊക്കെ. അങ്ങനെ പെട്ടിയെ പണി എടുക്കാൻ പാടില്ല, ആവശ്യത്തിന് പെറുക്കി എടുക്കണം. ആവശ്യം ഇതാണ്. അല്ല എടുത്തോ 1 2 അത് എനിക്ക് ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ നിനക്ക് മതിയാ? ഒരു സാധനം തന്നെയല്ലേ ഒറ്റ പ്രൊഡക്റ്റ് ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ. ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ട് മുഹമ്മദ് നബിക്ക് ഇഷ്ടമുള്ളത്. അത് ഞാൻ ഉമ്മച്ചിക്ക് അയച്ചിട്ടുണ്ടാവും. ഇത് ഗെറ്റ് വൺ. ഇതെന്താ? പിന്നെ അവിടെ ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ അതെല്ലാം നമ്മൾ ബ്രാൻഡഡ് അല്ലാത്ത കുറേ ഇങ്ങനെ ഓഫറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നൊക്കെയുള്ള രീതിയിൽ വലിയ വലിയ ക്യാനുകളിലൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഇതിന് മുൻപൊക്കെ ഇത് വാങ്ങിച്ചിട്ടും പക്ഷേ എനിക്ക് അത്ര ബ്രാൻഡഡ് വാങ്ങിക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷേ പെട്ടെന്ന് നമുക്ക് തീരുകയും ചെയ്യും കൂടുതൽ ഇത്. അപ്പോൾ ഓഫറുള്ള ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഓഫറുള്ളത് ഞാൻ ഒരിക്കലും എടുക്കാറില്ല. ഓഫറില്ലാത്തത് തന്നെ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതൽ കൊടുത്ത് വേണമെങ്കിലും നമുക്ക് നല്ല ഇതായിരിക്കും കേട്ടോ. നമുക്ക് ഉപയോഗിക്കാനും ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും ഓഫറിൻ്റെ പുറകെ പോകാറില്ല. പിന്നെ ഞാൻ ആ ലിക്വിഡ് മാത്രം ഉണ്ടോ വാഷിംഗ് മെഷീനിൽ ആ ലിക്വിഡ് മാത്രമാണ് ഞാനത് ഓഫറിലുള്ളത് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറൊക്കെ നമ്മളിപ്പോൾ ബ്രാൻഡഡ് കണ്ടാണ് വാങ്ങിച്ചത്. ഞാൻ വിമ്മിൻ്റെ വാങ്ങിച്ചത് നല്ല ഫ്ലോർ ക്ലീനറാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ സാധാ വാങ്ങിക്കണേലും. ഗ്ലൈസോളായിരുന്നു മുൻപ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ലാവണ്ടറിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഹാർപ്പിക്ക് അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോകണം, എന്തെങ്കിലുമൊക്കെ അതെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങോട്ട് തന്നെ കുറേ സമയം വൈകിട്ടാണ് നമ്മൾ. അപ്പോൾ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം കുക്കഡാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ഇനിപ്പിളിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇത് ബിരിയാണി ഇതൊക്കെ അത് 200 രൂപ. പിന്നെ കൂടുതൽ ആളുകളൊന്നും വാങ്ങിക്കണില്ല എന്ന് തോന്നിട്ട്. അത് കാരണം കുറേ ഓഫറിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ ഓഫറൊക്കെ. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഒന്ന് എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ. റെഡി ടു ഈറ്റ് ആണല്ലോ, അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നോക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ ഇനിയിപ്പോൾ റൈസൊക്കെ വാങ്ങിക്കാനായി. ഇവിടുത്തെ റൈസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടുത്തെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു റൈസ് ഉണ്ട് കേട്ടോ, ബിരിയാണിയുടെ ജീരകശാല, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു. അതങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ബില്ലൊക്കെ ചെയ്ത് തന്നു കഴിഞ്ഞ് നമ്മൾ ഒരു 5 മിനിറ്റ് അവിടെ നിന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ആൾ പിന്നെ കാറായിട്ട് വന്നു. പിന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ പെരുന്നാളും പ്രതീക്ഷിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ ഇനി പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ.